നിങ്ങളുടെ എക്കണോമിസ്റ്റ് എന്ന് പറഞ്ഞ കമ്പനി ഇറക്കിയത് വേൾഡ് അഹെഡ് 2026 എന്ന് പറഞ്ഞ കവർ നിങ്ങൾ കണ്ടായിരുന്നു. ആ കവറിൻ്റെ പേരിൽ തന്നെ എല്ലാം ഉണ്ട്. എന്നാലും ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ ഫീഡ് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ വരുന്നെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇത് കണ്ടിട്ടുണ്ട്. ഈ 250 എഴുതിയിരിക്കുന്ന ഈ കേക്ക് എന്താ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ US ഇൻഡിപെൻഡൻസ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. 4 ജൂലൈ നടക്കുന്നു. അല്ലാണ്ട് ഈ താഴെ ഇരിക്കുന്ന രണ്ടുപേരാരാന്നറിയാലോ. ഇത് ട്രംപ്, ഇത് മോദി. അല്ലാണ്ട് ഇതാണ് യുക്രൈൻ പ്രസിഡൻറ്റ്. ഇയാൾ ശ്രദ്ധിച്ചു, ഇയാൾ ഈ യുദ്ധത്തിനിടുന്ന മിലിറ്ററി ഷർട്ട് ഇട്ടിരിക്കുന്നത്. പക്ഷേ നവംബർ 25 എന്തോ കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഈ പോസ്റ്ററിന് എങ്ങനെ അറിയാം ഇത് ആ ടൈം ഇപ്പോൾ യുദ്ധം നടക്കുക, ഉക്രൈൻ വാർ ടെൻഷനിലാന്നൊക്കെ. ഇത് പിന്നെ ഇറ്റലിയിലെ PM ഈ വരച്ച് വെച്ചിരിക്കുന്നു. അല്ലാണ്ട് ഈ ക്യാനോ ഒക്കെ യുദ്ധത്തിനെ കാണിക്കുക. മിക്കവാറും ഫുള്ള് യുദ്ധമായിരിക്കും. അല്ലാണ്ട് ഇത് ഈ 2 സിറിഞ്ച് മിക്കവാറും ഹാൻഡ് വൈറസിൻ്റെ വാക്സിൻ. അതുമല്ലാണ്ട് ഈ ഡോളറിൻ്റെ സൈൻ കണ്ടപ്പാരഞ്ചനായിരിക്കുക. ഈ ഗ്രാഫ് താഴോട്ടും പോയിക്കൊണ്ടിരിക്കുക. മിക്കവാറും ചിലപ്പോൾ ഡോളറിൻ്റെ വാല്യൂ കുറയാതിരിക്കാം. ഇതെൻ്റെ പ്രഡിക്ഷൻ ആണ്. അല്ലാണ്ട് ഇതാരാന്ന് മനസ്സിലായി. ചെറുതായിട്ട് റൊണാൾഡോൻ്റെ കേട്ടില്ലേ. റൊണാൾഡോ ആണെങ്കിലും ഈ യൂണിഫോം 2026 ഫിഫയിൽ പോർച്ചുഗലിലെ അതേ കോഡാണ്. ചിലപ്പോൾ പോർച്ചുഗൽ അടിക്കാൻ സിംസൺസും പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, പോർച്ചുഗൽ 2026 വേൾഡ് കപ്പ് അടിക്കുമെന്ന്. അല്ലാണ്ട് ഇതെന്തുവാന്ന് അറിയത്തില്ല. ചിലപ്പോൾ വിപണി വരായിരിക്കും, ചിലപ്പോൾ മൈൻഡിൻ്റെ വല്ലതും ആയിരിക്കും. പിന്നെ ഈ സാധനം അല്ലാണ്ട് ഇതൊക്കെ വല്ലതും നടക്കാൻ പോകുന്ന ഇൻസിഡൻസ് ആയിരിക്കും. അല്ലാണ്ടൊന്നും ഡീകോഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനത്തെ ഒരു റോബോട്ട് വിപണിയിൽ വന്നിട്ടുണ്ട്. അല്ലാണ്ട് നത്തിങ്. പിന്നെ ഇത് ഏഷ്യൻ ഗെയിംസ് ആയിരിക്കും അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ ഫുള്ള് പിൽസ് നിറഞ്ഞിട്ടുണ്ട്. ഈ ഏറ്റവും കൂടുതലുള്ള പിൽസ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയത്തില്ല. കാത്തിരുന്ന് കാണാം.